ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ സലാറിന്റെ നെഗറ്റീവ് റിവ്യൂസിന് പിന്നിലുള്ള കാരണങ്ങളായിരുന്നു നമ്മൾ നോക്കിയത്. ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ കണ്ടതിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ടൈം ട്രാവൽ മൂവിയെ പറ്റിയാണ്. അതെ, നടിപ്പിൻ നായകൻ സൂര്യ അഭിനയിച്ച 24 എന്ന സിനിമ. സൂര്യക്ക് എന്തുകൊണ്ടാണ് നടിപ്പിൻ നായകൻ എന്ന ടൈറ്റിൽ വന്നതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലൊന്നും ആലോചിക്കാതെ 24 ആത്രയ എന്ന ക്യാരക്ടർ കാണിച്ചു കൊടുത്താൽ മതി. ആത്രയായിട്ടുള്ള സൂര്യയുടെ ഒരു സീൻ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ടൈറ്റിൽ സൂര്യക്ക് കൊടുത്തതെന്ന്. ഈ സിനിമയ്ക്ക് അത്യാവശ്യം കളക്ഷൻ കിട്ടിയെങ്കിലും ഈ സിനിമ തമിഴ്നാട്ടിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒഴിച്ച് ബാക്കി ഇറങ്ങിയ എല്ലാ സ്റ്റേറ്റിലും ഈ സിനിമ അത്യാവശ്യം കളക്ഷൻ വാരി ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിച്ചിരുന്നു. പക്ഷെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോയെന്ന് പറയാം. മാറ്റാൻ ഏഴാം അറിവ് 24 പോലുള്ള സൈഫൈ പടങ്ങൾ പൊട്ടിച്ചു കൊടുക്കുന്നതിൽ തമിഴന്മാർക്ക് പ്രത്യേക മനസ്സുഖമാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയ ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പണി ഈ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂസിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കലാണല്ലോ. അതുകൊണ്ട് നമുക്കൊന്നിരുത്തി ഈ സിനിമയുടെ കുറച്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. ഇന്നൂടെ പറയാം, ഇന്ത്യൻ സിനിമയിലെ ടൈം ട്രാവൽ മൂവികളിൽ എനിക്ക് ഏറ്റവും മികച്ച സിനിമയായിട്ട് തോന്നിയ പടമാണ് 24. ഇൻട്രോ നേട്ടുന്ന ആളെയും മാർക്ക് ആന്റണിയൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ അതിൽ നിന്ന് 24 മാറ്റി നിർത്തുന്നത് 3 കാര്യങ്ങളാണ്. 1 സൂര്യ, 2 ഡയറക്ഷനും, 3 DOPയും. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ കമാര സംഭവത്തിലേതുപോലെ അണ്ടർ റേറ്റഡ് ഫ്രെയിംസ് ഓഫ് സിനിമാറ്റോഗ്രാഫി ഒക്കെ ഉള്ള തമിഴിലെ സിനിമയാണ് 24. അജാതി ഫ്രെയിംസ് ആണ് ഈ സിനിമയിലെ. അതുപോലെ തന്നെ സൂര്യ, മണി, ആത്രയ, സേതുരാമൻ ഇങ്ങനെ 3 റോൾസിനാണ് സൂര്യ എത്തിയത്. 3ലും 3 രീതിയിൽ തന്നെ അദ്ദേഹം അഭിനയിച്ചു വെച്ചു. ഒരു ടൈം ട്രാവൽ മൂവി ഇതിലും സിമ്പിൾ ആക്കി കാണിച്ചു കൊടുക്കാനായിട്ട് ഇനി ആവില്ലെന്ന് തോന്നുന്നു. അത്രയും സിമ്പിൾ ആയിട്ടാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. പക്ഷെ എന്നിട്ടും തമിഴന്മാർക്ക് ഇത് മനസ്സിലായില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അർഹിച്ച വിജയം നേടേണ്ടിയിരുന്ന സിനിമകൾക്ക് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് വന്നതിന് പിന്നിലെ കാരണങ്ങൾ അനാലിസിസ് ചെയ്യുന്നതാണ് എങ്ങനെ പൊട്ടിയെന്ന സീരീസിലൂടെ നമ്മൾ നോക്കുന്നത്. റാവൺ, 2.0, കമ്മാര സംഭവം, മിഗായൽ, സലാർ, ഇപ്പോ ഇതാ 24. ഈ ഒരു സീരീസ് എങ്ങനെയുണ്ടെന്നും കൂടുതൽ സിനിമകൾ ഈ സീരീസിലേക്ക് ഉൾപ്പെടുത്തണമോ എന്നും നിങ്ങൾ പറയുക. 24ന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി ടൈം ട്രാവൽ എന്നത് ഒരു സൈഫൈ തീമാണല്ലോ. സയന്റിസ്റ്റ് ആയ സൂര്യ ടൈം ട്രാവലിംഗ് സാധ്യമാക്കുന്ന ഒരു വാച്ച് ഉണ്ടാക്കുന്നു. നമ്മൾ സൈഫൈ ആയ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കണ്ടു വളർന്നവരാണ്. സോ സൈഫൈ പടത്തിൽ നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും സയന്റിഫിക് ആയിട്ട് എല്ലാത്തിനും ഒരു കാരണം വേണം. അവസാനത്തെ ഒരു ഇറർ ഒരു പക്ഷിത്തൂല് തീർന്നു എന്നത് ഒരു സയൻസ് അല്ല. അവിടെ എന്ത് കെമിക്കൽ റിയാക്ഷൻ ആണ് നടന്നത്? സോ ആ വാച്ച് ആദ്യമായിട്ട് വർക്കാകുന്ന ഭാഗത്ത് സയൻസ് ജസ്റ്റിഫൈ ആകുന്നില്ല. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മണി ആ വാച്ചിൽ ഡേറ്റ് സെറ്റ് ചെയ്ത് വർഷങ്ങൾ പുറകോട്ട് പോകുന്നത്. അവിടെയും ഒരു സിനിമാറ്റിക് ഗിമ്മിക്ക് എന്നതിലുപരി മറ്റൊരു രീതിയിലും സയന്റിഫിക് എക്സ്പ്ലനേഷനോ ലോജിക്കോ ഇല്ല. ശരിക്കും ഒരു സൈഫൈ ഫാന്റസി മൂവിയിൽ വലിയ ലോജിക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ തരേണ്ടതാണ്. ഈ സീനുകളിലൊന്നും അങ്ങനെ ഒരു കൺവിൻസിംഗ് ഫാക്ടർ ഇല്ല. പക്ഷെ ഈ 2 കാരണങ്ങൾ മാത്രം കൊണ്ടാണ് ഈ പടത്തിന് ഇത്രയും വലിയ നെഗറ്റീവ് വന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. ഒരു സൈഫൈ പടമായിരുന്നിട്ടും ഒരുപാട് ക്രിഞ്ച് സീൻസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ബേസിക്കലി ആമെ വാച്ച് മെക്കാനിക് എന്ന് സൂര്യ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് നല്ല ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. സാമന്തിയായിട്ടുള്ള ചില റൊമാന്റിക് സീൻസും നല്ല ക്രിഞ്ചായിരുന്നു. സന്ദർഭത്തിന് ചേരാത്ത ചില പാട്ട് സീനുകളും സിനിമയുടെ ആസ്വാദനത്തെ പിന്നോട്ട് വലിച്ചു. പാട്ടുകൾ പൊളിയായിരുന്നെങ്കിലും അത് പ്ലേസ് ചെയ്ത സ്ഥലങ്ങൾ കുറച്ച് ഷോക്കായിട്ട് തോന്നി. ടൈം സ്റ്റോപ്പ് ചെയ്ത് സൂര്യ ക്രിക്കറ്റ് മാച്ചിൽ പോയി ധോണിക്കൊപ്പം സെൽഫി എടുക്കുന്നതൊക്കെ നല്ല ക്രിഞ്ചായിട്ട് തോന്നി. ഒരു സീരിയസ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗിൽ പോകേണ്ടിയിരുന്ന സിനിമയിൽ ചളി കോമഡീസ് കുത്തിക്കയറ്റി ആ സിനിമയുടെ വോൾ മൂഡ് എന്നെ സ്പോയിൽ ചെയ്തു എന്ന് പറയാം. മാത്രമല്ല വേറൊരു ടൈം ട്രാവൽ സീനും കൂടി പറയാം. ഇപ്പൊ നമ്മളുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലും ഒരാൾ പാസ്റ്റിലേക്ക് ട്രാവൽ ചെയ്താൽ ഉറപ്പായിട്ട് പാസ്റ്റിൽ നമ്മളുടെ ജീവിതം ഓൺഗോയിങ് ആയിരിക്കും. അവിടേക്ക് ഫ്യൂച്ചറിൽ നിന്ന് ചെന്ന നമ്മുടെ പാസ്റ്റിൽ മാറ്റം വരുത്തിയ ഒരു ബട്ടർഫ്ലൈ എഫക്ട് പോലെ ഫ്യൂച്ചർ വരെ ചേഞ്ച് ആകും. ചിലപ്പോൾ നമ്മൾ മരിച്ചു വരെ പോയേക്കാം. പക്ഷെ അതൊരു സത്യമുള്ള കാര്യമല്ല. എന്നാലും നമ്മുടെ മനസ്സിൽ വിശ്വാസം അങ്ങനെയാണല്ലോ. അതിന് നേർ വിപരീതമായിരുന്നു 24ലെ ടൈം ട്രാവലിംഗ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഡാർക്ക് സീരീസിൽ ടൈം ട്രാവൽ വരുമ്പോൾ പാസ്റ്റിൽ ഒരാദവും ഉണ്ട്. അതുകൂടാതെ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് ട്രാവൽ ചെയ്ത ആദവും ഉണ്ടാവും. ഫ്യൂച്ചറിൽ വേറെ ആദവും ഉണ്ട്. പക്ഷെ 24ൽ അങ്ങനെയൊന്നുമില്ല. സൂര്യ ഇയർ സെറ്റ് ചെയ്ത് വീണ്ടും കുഞ്ഞായിട്ട് മാറുമ്പോൾ സൂര്യയുടെ ലൈഫ് മാത്രമല്ല ആത്രയുടെയും മിത്രന്റെയും അതുകൂടാതെ ഓൾ വേൾഡ് തന്നെ പുറകോട്ട് പോവുകയാണ്. അതുപോലെ സൂര്യ വാച്ചിൽ ടൈം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മൊത്തം വേൾഡ് തന്നെ ആ സമയത്ത് സ്റ്റില്ലായി പോകുന്നു. ഭൂമി പോലും കറങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. അതായത് സൂര്യ ആ വാച്ച് ഓരോ വട്ടം ഉപയോഗിക്കുമ്പോഴും സൂര്യയുടെ ലൈഫിൽ മാത്രമല്ല ചേഞ്ചസ് ഉണ്ടാവുന്നത്, ഹോൾ വേൾഡിലാണ്. സോ ഹോൾ വേൾഡ് സൂര്യ വാച്ചിലൂടെ കൺട്രോൾ ചെയ്യുന്നു എന്ന് തന്നെ പറയാം. ആ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോൾ വേൾഡിൽ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളും ഭൂമിയും സൂര്യനും ഗാലക്സിയും ഒക്കെ ഉണ്ട്. സോ ഒന്നുകൂടി ഒന്ന് ഡീപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും സൂര്യ ആ വാച്ചിലൂടെ കൺട്രോൾ ചെയ്യുന്നു എന്നൊരു അർത്ഥം കൂടി വരുന്നുണ്ട്. മേ ബി അത് ഈ സിനിമയുടെ വേൾഡ് ആണെങ്കിലും ഒരു വാച്ചിലൂടെ അത് ചെയ്യുന്നത് കൺവിൻസിംഗ് ആയിരുന്നില്ല. അതിനുള്ള എക്സ്പ്ലനേഷനും ആ സിനിമ തരുന്നില്ല. ഒരു എന്റർടൈനർ കൊമേഴ്ഷ്യൽ സൈഫൈ മൂവി എന്ന നിലയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ലോജിക്കൊന്നും കണക്കിലെടുക്കേണ്ടതേ ഇല്ല. ഈ വാച്ചിനെ പടം ഇറങ്ങിയ സമയത്ത് ബെൻടൺ വാച്ച് എന്നൊക്കെ പറഞ്ഞ് തമിഴന്മാരൊക്കെ നന്നായി തന്നെ ട്രോളി കൊന്നതാണ്. സൂര്യ ഇന്റർവെല്ലിൽ മരിച്ചിട്ട് വീണ്ടും തിരിച്ചു വരുന്നതെല്ലാം തമിഴ് ഓഡിയൻസിന് അത്ര കണക്ട് ആയില്ലെന്ന് തന്നെ പറയാം. ആ ഒരു
ടൈം ട്രാവൽ കൺസെപ്റ്റ് തമിഴ് ഓഡിയൻസിന് വർക്കായില്ലെന്ന് തന്നെ പറയാം. എനിക്കിതൊരിക്കലും ഒരു മോശം സിനിമയായിട്ട് തോന്നിയിട്ടേ ഇല്ല. DOPക്കും ആത്രയ്ക്കും എല്ലാം ഒരുപാട് അവാർഡ്സ് വാങ്ങിക്കൂട്ടിയ സിനിമ കൂടിയായിരുന്നു 24. വ്യത്യസ്ത ജോണറുകളിൽ പടം ചെയ്യുന്ന കാര്യത്തിൽ സൂര്യ വേറെ ലെവലാണ്. പക്ഷെ എന്നൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടോ അന്നെല്ലാം സൂര്യ ഒരുപാട് നെഗറ്റീവ്സും വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നോർമലി തമിഴ് ഓഡിയൻസ് സൈഫൈ ഫാന്റസി മൂവികളുടെ കാര്യത്തിൽ അല്പം പിന്നോട്ടാണ്. പക്ഷെ എന്തിനും മാനാടും മാർക്കാന്റണിയും പോലുള്ള സൈഫൈ ഫാന്റസി പടങ്ങൾ അവിടെ വൻ വിജയവുമായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ആത്രയുടെ ക്യാരക്ടർ വെച്ചിട്ട് ഒരു സ്പിൻ ഓഫ് മൂവി ഇറങ്ങി കഴിഞ്ഞാൽ പൊളിയായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. എനിവേ, ഈ സിനിമയുടെ പിന്നിൽ നെഗറ്റീവ്സിന് പിന്നിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും റീസൺസ് കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.